നമ്മുടെ ഇന്നത്തെ ടോപ്പിക് സ്റ്റിൽനെസ് എമിഡ്സ്റ്റ് ഡെയിലി ലൈഫ് എന്നാണ്. സ്റ്റിൽനെസ് എമിഡ്സ്റ്റ് ഡെയിലി ലൈഫ്, ദൈനംദിന ജീവിതത്തിലെ നിശ്ചലത. സ്റ്റിൽനെസ് എന്ന് പറഞ്ഞാൽ നിശ്ചലതയാണ്. അതൊരു ആത്മീയതയുടെ ഹയസ്റ്റ് സ്റ്റേറ്റാണ് സ്റ്റിൽനെസ് എന്ന് പറയുന്നത്. സ്റ്റിൽനെസ് എമിഡ്സ്റ്റ് ഡെയിലി ലൈഫ്, നിത്യജീവിതത്തിൽ. ഡിസ്മാൻറ്റ്ലിംഗ് ദ മിത്ത് ഓഫ് സ്പിരിച്വാലിറ്റി. മിത്ത് എന്ന് പറഞ്ഞാൽ മിഥ്യാധാരണയാണ്, മിഥ്യാബോധമാണ്, തെറ്റിദ്ധാരണയാണ്. സോ ഡിസ്മാൻറ്റ്ലിംഗ് ദ മിത്ത് ഓഫ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ആത്മീയതയുടെ മിഥ്യാബോധം പൊളിച്ചെഴുതലാണ്. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, എന്താണ് ഈ സ്പിരിച്വാലിറ്റി എന്നുള്ളത്. സ്പിരിച്വാലിറ്റി സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും വേറിട്ട ഒന്നാണോ എന്ന് നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. ദൈനംദിന ജീവിതത്തിൽ ആത്മീയത സാധ്യമാണോ അല്ല എന്നാണ് തെറ്റിദ്ധാരണയുള്ളത്. നമ്മളത് ഡിസ്മാൻറ്റിൽ ചെയ്യുന്നു. അതിനാദ്യം സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് ചെറിയൊരു ധാരണ നമുക്ക് വേണം. വാട്ട് ഈസ് സ്പിരിച്വാലിറ്റി ആൻഡ് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സ്പിരിച്വാലിറ്റി? എന്താണ് ആത്മീയത? അതിൻ്റെ പർപ്പസ് എന്താണ്? ശരിക്കും പറഞ്ഞാൽ സ്പിരിച്വാലിറ്റി നമ്മുടെ നിലനിൽപ്പിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കലാണ്. അണ്ടർസ്റ്റാൻഡിങ് ദ ട്രൂ നേച്ചർ ഓഫ് എക്സിസ്റ്റൻസ്. ഇതാണ് സ്പിരിച്വാലിറ്റി, മറ്റൊന്നുമല്ല. നമ്മൾ അമ്പലത്തിൽ പോകുന്നതോ പള്ളിയിൽ പോകുന്നതോ ജപിക്കുന്നതോ ഒന്നും സ്പിരിച്വാലിറ്റി അല്ല. പക്ഷേ ഇതെല്ലാം സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇതൊന്നും അത് മാത്രമായി കാണുമ്പോൾ അതൊരു കർമ്മം മാത്രമേ ആകുന്നുള്ളൂ, സ്പിരിച്വാലിറ്റി ആകുന്നില്ല. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സിസ്റ്റൻസ് ഉണ്ടല്ലോ, ട്രൂ നേച്ചർ ഉണ്ടല്ലോ, സത് വസ്തു ഉണ്ടല്ലോ, അതാണ് നിലനിൽപ്പിൻ്റെ നിജസ്ഥിതി എന്ന് പറഞ്ഞാൽ അർത്ഥം. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്നു. ആദ്യം കേൾക്കുന്നു, പിന്നെ അത് മനസ്സിലാക്കുന്നു, അതിനുശേഷം നമ്മൾ അതായി മാറുന്നു. അതാണ് നിധിധ്യാസനം എന്ന് പറഞ്ഞാൽ അർത്ഥം. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാണ് എന്ന് നമ്മൾ കണ്ടെത്തുകയാണ്. ഇതൊരു യാത്രയാണ്. ദ ജേർണി വിത്തിൻ എന്നല്ലേ പറഞ്ഞത്, ഉള്ളിലേക്കുള്ള യാത്രയാണ്. ഉള്ളിലേക്ക് എന്ന് പറയുമ്പോൾ തന്നെ ശരീരം മാറിക്കഴിഞ്ഞു, ശരീരം പുറത്തല്ല ഉള്ളത്. സോ ബിയോണ്ട് ദ ബോഡി ഞാൻ ആരാണ്? മനസ്സിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും നമ്മൾ ഇറങ്ങിച്ചെല്ലും, മനസ്സും പുറത്തോട്ട് പോയി. സോ ബിയോണ്ട് ദ ബോഡി മൈൻഡ്. പിന്നെ നമ്മളുടെ പേഴ്സണാലിറ്റി, ഞാൻ ഇന്ന വ്യക്തിയാണ്, നമ്മുടെ ചില റോൾസ് എല്ലാം ഉണ്ടല്ലേ, ഇത് മനസ്സിലാക്കലാണ് സ്പിരിച്വാലിറ്റി. സ്പിരിച്വാലിറ്റീൻ്റെ ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങും, നമുക്ക് മനസ്സിലാകും സന്തോഷവും സമാധാനവും പുറത്തല്ല, വസ്തുക്കളിലല്ല, വ്യക്തികളിലല്ല, നേട്ടങ്ങളിലല്ല, നമ്മുടെ സ്വഭാവമാണത്, നമ്മുടെ ഭാവമാണ്, നമ്മുടെ തനതായ ഭാവമാണ് യഥാർത്ഥത്തിൽ സന്തോഷവും സമാധാനവും. അപ്പോൾ സ്പിരിച്വാലിറ്റിയുടെ ഉദ്ദേശം തെറ്റായ പല അറിവിൽ നിന്നുമുള്ള മുക്തിയാണ്. തെറ്റായ പല അറിവും ഉണ്ട് നമ്മളുടെ ഉള്ളിൽ. തിരിച്ചറിവിലൂടെ നമ്മളതിനെ പൊളിച്ചെഴുതുകയാണ്. നമുക്കെല്ലാവർക്കും ഉണ്ടത്, ഒരു മിസ്റ്റേക്കൺ ഐഡൻറ്റിറ്റി. ഈ ലോകം അങ്ങനെയാണ്. ഓരോ ദിവസവും നമ്മളോട് പറയുകയാണ് നീ ഇതാണ് എന്ന്. അപ്പോൾ നമ്മളിത് വിശ്വസിക്കുകയാണ്. നമുക്ക് ഇന്ന് മാറാൻ കുറച്ച് ഒരു പണിയുണ്ട്. നോക്കൂ, സ്പിരിച്വാലിറ്റി സാധാരണഗതിയിൽ നമ്മൾ വിചാരിക്കും സന്യാസിമാർക്കുള്ളതാണ്, എനിക്കുള്ളതല്ല, എല്ലാം ത്യജിച്ചവർക്കുള്ളതാണ്. എനിക്കത് പറ്റില്ല. കേൾക്കാൻ സുഖമുണ്ട്, ഇവിടെ തന്നെ 1 മണിക്കൂർ ക്ലാസ് കേൾക്കാച്ചാൽ രസമുണ്ട്, കുറച്ച് പ്രസൻറ്റേഷനും സ്ലൈഡുകളും ഒക്കെ ഉണ്ട്, കാണാനും രസമുണ്ട്. സോ ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. പക്ഷേ എനിക്ക് പറ്റിയതല്ല. ദിസ് ഈസ് ഫോർ മങ്സ്. ഇതെല്ലാം ഒഴിവാക്കിയവർക്കുള്ളതാണ്, അല്ലെങ്കിൽ ഒന്നും വേണ്ട എന്നുള്ളവർക്കാണ് എന്നൊരു തോന്നൽ പലരുടെ മനസ്സിലുമുണ്ട്. എനിക്കിപ്പോൾ എങ്ങനെയാണ് സ്പിരിച്വാലിറ്റി പറ്റുക? എനിക്ക് ജോലിയുണ്ട്, എനിക്ക് കുടുംബമുണ്ട്, എനിക്ക് മക്കളുണ്ട്, അവരുടെ കാര്യം നോക്കണ്ടേ? പ്രായമായ അച്ഛനും അമ്മയും ഉണ്ട്, ധാരാളം സാമ്പത്തികമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ്സ് എനിക്കുണ്ട്, ദിവസവും ജോലി ചെയ്യാനുണ്ട്, ഓരോ ജോലിയും പ്രത്യേകം ഡെഡ് ലൈനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം തീർക്കണ്ടേ? ഞാൻ സ്വന്തമായി ബിസിനസ് നടത്തുകയാണ്, എത്രയോ ആളുകൾ എൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ട്, എൻ്റെ ഫാമിലിയിൽ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്, അതും സോൾവ് ചെയ്യണം. ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എവിടെയാണ് സമയമുള്ളത് ആത്മീയതയിലേക്ക് തിരിയാൻ? ഇതാണ് നമ്മുടെ മനസ്സിലുള്ള ഒരു ചിന്ത. അപ്പോൾ ആളുകൾ ഈ രീതിയിൽ ചിന്തിക്കുമ്പോൾ, ആത്മീയതയെ ഈ രീതിയിൽ കാണുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു അറിയോ?
അവരുടെ ഒരു തോന്നലാണ് ശാന്തത അല്ലെങ്കിൽ മനസ്സമാധാനം എന്ന് പറയുന്നത് ഒന്നുമില്ലാത്തവർക്കുള്ളതാണ്. എല്ലാം ഉള്ളപ്പോൾ നമുക്ക് എല്ലാ പ്രശ്നങ്ങളും കയറി വരും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്കൊന്ന് വിഡ്രോ ചെയ്യണം, മാറി നിൽക്കണം. അങ്ങനെയുള്ളവർക്കാണ് സ്പിരിച്വാലിറ്റി. എനിക്ക് എന്തായാലും അത് പറ്റില്ല. ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് എന്താ നമ്മൾ ചെയ്യാമെന്നറിയോ? വി വിൽ പോസ്റ്റ്പോൺ ദിസ് ജേർണി. ഈ ആത്മീയ യാത്ര നമ്മൾ മാറ്റി വെച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ പറയും നമ്മളുടെ മക്കളൊക്കെ ഒന്ന് സെറ്റിലാവട്ടെ എന്നിട്ട് നോക്കാം, അല്ലെങ്കിൽ ഞാനൊന്ന് റിട്ടയർ ചെയ്യട്ടെ, അതുവരെ കഠിനമായി അധ്വാനം ചെയ്യേണ്ടതായിട്ടുണ്ട്, തൽക്കാലം കുറേ ഫൈനാൻഷ്യലായിട്ടുള്ള പ്രഷേഴ്സ് ഉണ്ട്, ലോൺ എടുത്തിട്ടുണ്ട്, അതൊക്കെ വീട്ടാം, അതൊക്കെ കഴിഞ്ഞ ശേഷം നോക്കാം. ജീവിതം ഇപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കുറച്ചുകൂടെ കോംപ്ലിക്കേഷൻ കുറയുന്ന സമയത്ത് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റും എൻ്റെ സ്പിരിച്വൽ ലൈഫിലേക്ക്. പക്ഷേ ഈ ഒരു വിചാരം ശരിയാണോ എന്ന് നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പ്രോബ്ലംസ് വിൽ കം വൺ ആഫ്റ്റർ ദി അതർ. നമ്മുടെ ജീവിതത്തിലുള്ള നമ്മുടെ അനുഭവമായി പറയുന്നത് അല്ലേ? ലൈഫിൻ്റെ ഒരു പ്രത്യേകത, ലൈഫ് ഒരു പ്രോബ്ലം കഴിഞ്ഞാൽ മറ്റൊരു പ്രോബ്ലം നമ്മുടെ മുന്നിൽ കൊണ്ടെത്തിക്കും. നിരന്തരമായി ഒന്ന് സോൾവ് ചെയ്യാൻ കാത്തു നിൽക്കുന്നത് പോലെയാണ് മറ്റേ പ്രോബ്ലം അവിടെ പടിവാതിൽക്കൽ വെയിറ്റ് ചെയ്യാണ്. ഒരു ഘട്ടം അവസാനിച്ചാൽ മറ്റൊരു ഘട്ടം ആരംഭിക്കുന്നു. പല പല വിഷയങ്ങളായിരിക്കാം. അപ്പോൾ നമ്മൾ മനസ്സിൽ പറയുകയാണ് പീസ് അല്ലെങ്കിൽ സമാധാനം എന്ന് പറയുന്നത് ഈ നിമിഷത്തിൽ എന്തായാലുമില്ല, ഭാവിയിൽ എന്തെങ്കിലും എനിക്ക് നേടാൻ പറ്റുമായിരിക്കും. എല്ലാ റെസ്പോൺസിബിലിറ്റീസും തീർന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് സന്തോഷിക്കാൻ സാധിക്കും. സമാധാനം നമ്മളങ്ങനെയാണല്ലോ. നമ്മൾ ഒരു കാര്യം വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് മാറിക്കഴിഞ്ഞാൽ സമാധാനം ലഭിക്കുന്നു. പക്ഷെ നോക്കൂ, അങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടായിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ ഓരോന്ന് വെച്ച് നടക്കുകയാണല്ലോ. ഇതാണ് വിഷയം. അപ്പോൾ ഈ റെസ്പോൺസിബിലിറ്റീസ്, നമ്മുടെ ജോലി, കുടുംബം എല്ലാം ഓബ്സ്റ്റക്കിൾസായി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സാക്ഷാത്കാരം ലഭിക്കുകയില്ല. നമുക്ക് ആത്മീയതയിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ പറ്റുകയില്ല. ചില പുസ്തകങ്ങളൊക്കെ വായിക്കാൻ സാധിക്കും, ചില പ്രഭാഷണമൊക്കെ കേൾക്കാം, അത്രയേ ഉള്ളൂ. അതൊന്നും സ്പിരിച്വാലിറ്റി അല്ല കേട്ടോ. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ നിജസ്ഥിതി തൊട്ടറിയലാണല്ലോ, അനുഭവിച്ചറിയലാണല്ലോ, അതിൽ മുങ്ങിക്കുളിക്കലാകണമല്ലോ, അതായി തീരലാണല്ലോ. അപ്പോൾ അതിലേക്ക് തിരിയണമെങ്കിൽ എല്ലാം കഴിഞ്ഞ ശേഷം എന്ന ഒരു ഫീലിംഗ് പറ്റില്ല. അപ്പോൾ നമ്മൾ ചോദിക്കണം, ഒരു പക്ഷേ ഇതൊക്കെ ഒരു തെറ്റിദ്ധാരണയായിരിക്കാം, എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഇതൊരു അസംഷനാണ്, ഓക്കെ, ഇതൊരു ബിലീഫാണ്, ഇതൊരു വിശ്വാസമാണ്. വിശ്വാസം മനസ്സിലാണേ. മനസ്സിന് അതീതമായ സത്യത്തിലേക്കാണ് നമ്മൾ തിരിയുന്നത്. മനസ്സിലുള്ള എല്ലാ സംഗതികളെയും വെടിഞ്ഞ ശേഷമാണ് നമ്മൾ നമ്മുടെ സ്വത്വത്തിലേക്ക് തിരിയുന്നത്. അപ്പോൾ മനസ്സിലുള്ള വിശ്വാസവും നമുക്ക് ചിലപ്പോൾ ഗുണം ചെയ്യുകയില്ല. മറ്റൊരു ചോദ്യം നമുക്ക് ചോദിക്കാം, എല്ലാ ഉത്തരവാദിത്തങ്ങളും കഴിഞ്ഞ ശേഷം ഈ സമാധാനം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലോ? ജീവിതം വേസ്റ്റായി പോവില്ലേ? പോകും. രണ്ടാമത്തെ ചോദ്യം, ഈ റെസ്പോൺസിബിലിറ്റിയുടെ എല്ലാം ഇടയിലൂടെ തന്നെ എനിക്ക് സാക്ഷാത്കരിക്കാൻ സാധിച്ചാലോ? എല്ലാ ഗുരുക്കന്മാരും എല്ലാ ഋഷിമുനിമാരും പറഞ്ഞ ആ സന്തോഷം, സമാധാനം, ആനന്ദത്തിൻ്റെ അവസ്ഥ, എൻ്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ഞാൻ പേറുന്ന സമയത്ത് നേടിയെടുക്കാൻ കഴിഞ്ഞാലോ? എങ്ങനെ ഉണ്ടായിരിക്കും ലൈഫ്? ഇതാണ് ദൈനംദിന ജീവിതത്തിലെ നിശ്ചലത എന്ന ടോപ്പിക്കിൻ്റെ പേര് കൊടുക്കാൻ കാരണം. ആത്മീയതയുടെ മിഥ്യാബോധം നമ്മൾ പൊളിച്ചെഴുതിയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇത് കിട്ടാതെ പോകും. ഇത് കിട്ടാതെ പോയി കഴിഞ്ഞാൽ വേറെ എന്ത് കിട്ടിയിട്ടും ഒരു കാര്യവുമില്ല എന്നുള്ള കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം എല്ലാ ഗുരുക്കന്മാരും പറഞ്ഞ കാര്യമായി പറയുന്നത്. എല്ലാ ആത്മീയ പുസ്തകങ്ങളിലും എഴുതി വെച്ച സത്യമാണ് ഈ പറയുന്നത്. വേദാന്തം പറയുന്നുണ്ട്, ബൈബിൾ പറയുന്നുണ്ട്, എല്ലാം വിളിച്ച് പറയുന്നുണ്ട് ഈ സത്യം. അപ്പോൾ നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വങ്ങളെല്ലാം മാറ്റിവെച്ച ശേഷം ആത്മീയതയിലേക്ക് തിരിയേണ്ട ഒരു കാര്യവുമില്ല. ഇതിനോടൊപ്പം തന്നെ ചെയ്യേണ്ടതാണ്. ഏറ്റവും നല്ല ഉദാഹരണം ജനക മഹാരാജാവിൻ്റെയാണ്. കിങ് ജനക. അദ്ദേഹം ഫിലോസഫറായിരുന്നു, രാജാവായിരുന്നു അല്ലേ? സീതയുടെ പിതാവ്, മിഥിലയുടെ രാജാവ്. ജനകൻ ഐസൊലേഷനിലല്ല ജീവിച്ചത്, ഒറ്റയ്ക്കല്ല ജീവിച്ചത്. അദ്ദേഹം കാട്ടിലല്ല ജീവിച്ചത്, ഗുഹയിൽ പോയിട്ടല്ല കഴിഞ്ഞത്.
ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിക്കുകയായിരുന്നു. ബിക്കോസ് ഹി വാസ് ദ കിങ്. കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ചെയ്യാൻ. നാട് ഭരിക്കുക എന്ന് പറഞ്ഞാൽ ആ കാലത്ത് എളുപ്പമല്ലല്ലോ അല്ലേ? പല കാര്യങ്ങളും നോക്കണം, നിയമങ്ങൾ നോക്കണം, സെക്യൂരിറ്റി നോക്കണം, സമ്പൽ സമൃദ്ധി നോക്കണം. ഇതെല്ലാം ഉണ്ടായിട്ടും ഹി അറ്റൈൻഡ് സെൽഫ് റിയലൈസേഷൻ. അതാണ് ജനകൻ്റെ പ്രത്യേകത. അദ്ദേഹം സാക്ഷാത്കാരം നേടി എന്നതാണ്. ഇതൊരു വലിയ സത്യമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മൾ വിചാരിക്കുന്നതായ ഒബ്സ്റ്റക്കിൾസ് ഒന്നും ശരിക്കും ഒബ്സ്റ്റക്കിൾ അല്ല. കാരണം റെസ്പോൺസിബിലിറ്റീസ്, നമ്മുടെ ജീവിതത്തിലുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഒരു ഒബ്സ്റ്റക്കിൾ, ഒരു വിലങ്ങുതടിയാണെങ്കിൽ, തടസ്സമാണെങ്കിൽ ജനകൻ ഒരിക്കലും റിയലൈസ്ഡ് ആവുകയില്ല. ഹി വുഡ് ബി ദ ലാസ്റ്റ് പേഴ്സൺ ടു ബിക്കം എൻലൈറ്റൻഡ്. പക്ഷേ എല്ലാ ഉത്തരവാദിത്തങ്ങളുടെ ഇടയിൽ അദ്ദേഹം എൻലൈറ്റൻഡ് ആയിപ്പോയി. ഹി ബിക്കെയിം റിയലൈസ്ഡ്. മറ്റെല്ലാ ആളുകളും ആഗ്രഹിച്ചു കൊണ്ട് ഇരിക്കുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ ഈ ഭൗതികമായ ജീവിതത്തിൽ നേടാൻ സാധിച്ചു. അപ്പോൾ ശാന്തത അല്ലെങ്കിൽ ആത്മീയത, സ്റ്റിൽനെസ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ നിന്ന് പോയിട്ടല്ല, ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട കാര്യമില്ല. ഈ ജീവിതത്തിൻ്റെ ഇടയിലും നമുക്ക് തൊട്ടറിയാൻ കഴിയുന്ന ഒരേ ഒരു സത്യം ആത്മസത്യം മാത്രമാണ്. അനവധി ആളുകൾ രമണ മഹർഷിയോട് ചോദിച്ച ചോദ്യമാണിത്. എനിക്ക് ഫാമിലി ലൈഫിൽ ഇത് നേടാൻ കഴിയുമോ? ഞാനിതിന് വേണ്ടി സമയം മാറ്റി വെക്കണോ? അനവധി ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് മഹർഷിയോട്. മഹർഷി അതിന് കൃത്യമായ ഉത്തരം നൽകാൻ പ്രാപ്തനായ റിയലൈസ്ഡ് ആയിട്ടുള്ള ബീയിങ് ആയതുകൊണ്ടാണ് അദ്ദേഹത്തോട് അത് ചോദിച്ചത്. ഡേ ബൈ ഡേ വിത്ത് ഭഗവാൻ എന്ന പുസ്തകത്തിൽ ഒരു ജോഷി എന്ന പേരുള്ള വ്യക്തി മഹർഷിയോട് ചോദിച്ച ചോദ്യമാണിത്. ഐ എം എ ഹൗസ് ഹോൾഡർ. ഞാനൊരു ഗൃഹസ്ഥനാണ്. ഐ ഹാവ് ഡിപ്പെൻഡൻസ് ആൻഡ് ഒബ്സ്റ്റക്കിൾസ് ഇൻ ദ വേ ഓഫ് മൈ സ്പിരിച്വൽ പ്രോഗ്രസ്. എൻ്റെ ആത്മീയ പുരോഗതിയുടെ വഴിയിൽ എന്നെ ആശ്രയിക്കുന്നവർ കുറേ പേരുണ്ട്, ഡിപ്പെൻഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഓബ്സ്റ്റക്കിൾസ്, തടസ്സങ്ങളുമുണ്ട്. വാട്ട് ഷുഡ് ഐ ഡു? ഞാൻ എന്ത് ചെയ്യണം എന്നാണ് ചോദിച്ചത്. ഈ ചോദ്യം ചോദിച്ചത് 1946 ജനുവരി 5 ഉച്ചയ്ക്ക് ശേഷമുള്ളൊരു സത്സംഗിലായിരുന്നു. നോക്കണം, ഇത് ജോഷിയുടെ ചോദ്യമാണോ? അല്ല, ഇത് നമ്മുടെ ചോദ്യമാണ്. നിങ്ങളുടെയും എൻ്റെയും ചോദ്യമാണിത്. ഞാനൊരു ഗൃഹസ്ഥനാണ്. ആത്മീയ പുരോഗതി എനിക്ക് പറ്റുമോ? എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. അതിനിടയിൽ കൂടെ എനിക്ക് ചെയ്യാൻ സാധിക്കുമോ? ഇതെല്ലാം ഒബ്സ്റ്റക്കിൾസ് ആണ് എന്നാണ് ജോഷി ചോദിച്ചത്. മറ്റൊരു ചോദ്യം ടോക്സ് വിത്ത് ശ്രീ രമണ മഹർഷിയുടെ ടോക്സ് മിക്കവാറും എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ടോക്സ് വിത്ത് ശ്രീ രമണ മഹർഷി എന്നുള്ള പുസ്തകത്തിൽ ഓരോ ദിവസവും ഓരോ ആളുകൾ കാണാൻ വരുമ്പോൾ മഹർഷിയോട് ചോദിക്കുന്ന ചോദ്യവും അതിനുള്ള ഉത്തരവും പുസ്തകത്തിലുണ്ട്. ഒരു ഡിവോട്ടി, ഒരു അറിസ്റ്റോക്രാറ്റിക് ലേഡി എന്നാണ് പുസ്തകത്തിൽ പറയുന്നത്, പേര് കൊടുത്തിട്ടില്ല, ബുദ്ധിമതി എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അവർ വന്ന് ചോദിക്കുകയാണ്, ആം ഐ വർത്തി ഓഫ് ബീയിങ് എ ഡിവോട്ടി? ഇപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം പറയാം. ആ സ്ത്രീ വന്നിട്ട് മഹർഷിയോട് പറഞ്ഞു, എനിക്കെല്ലാം ഉണ്ട്, കാരണം വെൽത്തിയാണ്, എനിക്ക് വേണ്ടതെല്ലാം എനിക്കുണ്ട്. പക്ഷേ ഒരു സംഗതി മാത്രം എനിക്കില്ല, മനസമാധാനം. അത് മാത്രമില്ല. ഞാനിവിടെ വന്നത് അങ്ങയുടെ അനുഗ്രഹം ചോദിക്കാനാണ്. എനിക്ക് മനസമാധാനം വേണം. ആം ഐ വർത്തി ഓഫ് ബീയിങ് എ ഡിവോട്ടി എന്ന് ചോദിക്കുന്നതിന് മുമ്പ് മനസമാധാനം വേണമെന്ന് പറഞ്ഞപ്പോൾ മഹർഷി പറഞ്ഞു, മനസമാധാനം വേണമെങ്കിൽ രണ്ട് വഴി, ഭക്തിയും ശരണാഗതിയും. ശാന്തിയിലേക്ക് എത്താൻ 2 മാർഗങ്ങളാണുള്ളത്. 1 ഭക്തി, 2 ശരണാഗതി എന്ന് പറഞ്ഞപ്പോഴാണ് ഭക്തിക്ക് നമ്മളൊരു ഭക്തനാകണ്ടേ, അല്ലെങ്കിൽ ഭക്തയാകണ്ടേ? അവിടെയാണ് മഹർഷിയോട് ചോദിച്ചത്, ആം ഐ വർത്തി ഓഫ് ബീയിങ് എ ഡിവോട്ടി? എനിക്ക് അങ്ങനെ ഒരു ഭക്തനാകാൻ കഴിയുമോ? കാരണം എനിക്ക് കുറേ കാര്യങ്ങളുണ്ടായിരിക്കും, ഗൃഹസ്ഥയാണല്ലോ. മഹർഷി പറഞ്ഞു, എവ്രി വൺ ക്യാൻ ബി എ ഡിവോട്ടി. എല്ലാവർക്കും ഭക്തരാകാം. സ്പിരിച്വൽ ഫെയർ ഇസ് കോമൺ ടു ഓൾ ആൻഡ് നെവർ ഡിനൈഡ് ടു എനി വൺ. ആത്മീയത എല്ലാവർക്കും പൊതുവായിട്ടുള്ളതാണ്, ആർക്കും നിഷേധിക്കപ്പെട്ടതല്ല. ബി ദ പേഴ്സൺ ഓൾഡ് ഓർ യങ്, മെയിൽ ഓർ ഫീമെയിൽ.
പ്രായമായവരോ ചെറുപ്പക്കാരോ ആണോ പെണ്ണോ ഇതൊന്നും വിഷയമല്ല. ആർക്കും ഡിവോട്ടിയാകാം എന്നാണ് പറഞ്ഞത്. കാരണം മഹർഷി പറഞ്ഞ 2 കാര്യങ്ങളുണ്ടല്ലോ, ഒന്ന് ഡിവോഷൻ, ഒന്ന് സറണ്ടർ. ഡിവോഷന് എനിക്കൊരു ഡിവോട്ടിയാകാൻ പറ്റുമോ, എനിക്ക് ഇത്രയും കാര്യങ്ങളുണ്ട്, ആർക്കും ആകാം എന്നാണ് പറയുന്നത്. ഇത് കേട്ടിരിക്കുന്ന നമ്മൾക്കുള്ള ഒരു മറുപടിയാണ് മഹർഷി തരുന്നത്. നിങ്ങൾക്കും സാധിക്കും, സാക്ഷാത്കാരം നിങ്ങൾക്കും അവകാശപ്പെട്ടതാണ്, മറ്റെല്ലാവർക്കും അവകാശപ്പെട്ടതുപോലെ തന്നെ. ഇതിന് മാത്രമേ ഒരു യൂണിവേഴ്സലായിട്ടുള്ള ആപ്ലിക്കബിലിറ്റി ഉള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടത്. എല്ലാവർക്കും ഒരുപോലെ സാധ്യമാകുന്ന ഒരു കാര്യമാണ് ആത്മസാക്ഷാത്കാരം. ഇത് പറഞ്ഞപ്പോൾ ഇമ്മീഡിയറ്റ്ലി വീണ്ടും ചോദിച്ചു ആ സ്ത്രീ, ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് ഐ എം ആങ്ഷ്യസ് ടു നോ. അത് തന്നെയാണ് എനിക്ക് അറിയേണ്ടത്. ഐ എം യങ് ആൻഡ് എ ഗൃഹിണി, ഹൗസ് വൈഫ്. ഞാൻ ചെറുപ്പവും ഹൗസ് വൈഫുമാണ്, വീട്ടമ്മയാണ്. ദർ ആർ ഡ്യൂട്ടീസ് ഓഫ് ഗൃഹസ്ഥധർമ്മ, ദ ഹൗസ് ഹോൾഡ്. ഗൃഹസ്ഥധർമ്മത്തിൻ്റെ കടമകൾ എനിക്ക് ഏറെയുണ്ട്. ഈസ് ഡിവോഷൻ കൺസിസ്റ്റൻറ്റ് വിത്ത് സച്ച് എ പൊസിഷൻ എന്നാണ് ചോദിച്ചത്. ഭക്തി അങ്ങനെയുള്ളവർക്ക് ചേരുമോ? നമുക്കെല്ലാവർക്കും ഭക്തിയുണ്ട്, പക്ഷെ നമ്മുടെ ഭക്തി എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ, അല്ലേ? നമ്മുടെ ചില ആവശ്യങ്ങൾ ചിലപ്പോൾ നടക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഈശ്വരനുള്ള ഇഷ്ടം കൊണ്ട് ഭക്തി നമ്മൾ അമ്പലത്തിലും പള്ളിയിലൊക്കെ പോകുന്നുണ്ടായിരിക്കും, പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. ഇത് മഹർഷി പറയുമ്പോൾ ഭക്തി കുറച്ചുകൂടെ ആഴത്തിലായിരിക്കുമല്ലോ. അപ്പോൾ ആഴത്തിൽ തന്നെയാണ് ഇവർ ചോദിക്കുന്നത്. ഈ പറയുന്നതായിട്ടുള്ള ഡിവോഷൻ, ഭക്തി, ഇസ് ഇറ്റ് കൺസിസ്റ്റൻറ്റ് വിത്ത് എ പേഴ്സൺ ലൈക്ക് മീ? എന്നെപ്പോലെ ചെറുപ്പവും വീട്ടമ്മയും ആയ കുറേ ജോലിയുള്ള ഒരാൾക്ക് കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. ഈ ചോദ്യവും ഈ സ്ത്രീൻ്റെ അല്ല. ഈ ചോദ്യം ആരുടെയാ? നമ്മുടെ ചോദ്യമാണിത്. ദിസ് ഈസ് അവർ ക്വസ്റ്റ്യൻ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇതിനുള്ള ഉത്തരം നമുക്ക് കേൾക്കാം. മഹർഷി ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട്. വീണ്ടും നമുക്ക് തിരിച്ചു വരാം ജനകനിലേക്ക്. വ്യാസമഹർഷി, അദ്ദേഹത്തിൻ്റെ മകൻ ശുഗനാണല്ലോ, ശുഗനെ സാക്ഷാത്കാരം അതേക്കുറിച്ച് പഠിക്കാൻ, അതനുഭവിക്കാൻ വിട്ടത് ജനക മഹാരാജാവിൻ്റെ അടുത്തേക്കാണ് വ്യാസൻ ശുഗനെ വിട്ടത്, ശുഗദേവ. അപ്പം ഹയ്യസ്റ്റ് സ്പിരിച്വൽ ട്രൂത്ത് എന്താണ് എന്ന് നീ പഠിച്ചു വാ എന്ന് മകനോട് പറഞ്ഞു. പക്ഷേ ശുഗന് കുറച്ച് സംശയമുണ്ടായിരുന്നു. എന്താ കാരണം എന്നറിയോ? അദ്ദേഹത്തിന് അറിയാം ജനകൻ ഒരു രാജാവാണ് എന്ന്. ഒരു രാജാവാകുന്ന സമയത്ത് ഒരിക്കലും ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത ഒരു മേഖലയാണ് ആത്മീയത. കാരണം അത്രയും കാര്യങ്ങളുണ്ടായിരിക്കും. ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള ജീവിതമായിരിക്കും, അല്ലേ? ഡിറ്റാച്ച്മെൻറ്റ് ആവശ്യമാണല്ലോ. അതൊന്നുമില്ലാതെ ആത്മീയതയിലേക്ക് തിരിയാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊന്നും ഒരു രാജാവിന് പറ്റുന്ന സംഗതിയല്ല. അപ്പോൾ അത് കാരണം ശുഗനൊരു സംശയമായിരുന്നു അച്ഛൻ അവിടേക്ക് പോകാൻ പറഞ്ഞപ്പോഴും. പക്ഷേ ശുഗൻ അവിടെ എത്തിയ സമയത്ത് ജനകൻ വളരെ വലിയ തിരക്കിലായിരുന്നു. അദ്ദേഹം അവിടുത്തെ കോർട്ടുണ്ടല്ലോ, കോടതിയുണ്ടല്ലോ, പല വിഷയങ്ങളും കൈകാര്യം ചെയ്യായിരുന്നു. അതേ സമയത്ത് ഖജനാവ് പരിശോധിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ കുടുംബകാര്യങ്ങളും നോക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ശുഗൻ കാണുന്നത്. നല്ല തിരക്കുള്ള ജീവിതം, 100% ഭൗതികത നിറഞ്ഞ ജീവിതമായിരുന്നു ശുഗൻ ജനകനിൽ കണ്ടത്. പക്ഷേ ശുഗൻ ജനകൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, നിശ്ചലമായ സമുദ്രമാണ് ഞാൻ കണ്ടത് എന്ന്. ഇത്രയും തിരക്ക് പിടിച്ച ജീവിതത്തിൽ രാജാവായിരിക്കുന്ന സമയത്തും ജനകൻ്റെ കണ്ണുകളിൽ സമുദ്രത്തിൻ്റെ നിശ്ചലത കാണാൻ കഴിഞ്ഞു ശുഗന്. ജനകൻ ശുഗനോട് പറഞ്ഞു, ഈ കൊട്ടാരം എനിക്കുള്ളതല്ല, ഇതെൻ്റേതല്ല എന്നാണ് പറഞ്ഞത്. ഈ രാജ്യം എൻ്റേതല്ല. അദ്ദേഹം പറഞ്ഞു, ഈ രാജ്യവും കൊട്ടാരവും എന്നിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഇതൊക്കെ വലിയ ട്രൂത്ത്സാണ്. എന്നിലാണ് ഈ കൊട്ടാരം പ്രത്യക്ഷപ്പെടുന്നത്. ജ്ഞാനമാർഗത്തിൻ്റെ പരമോന്നതമായിട്ടുള്ള ശ്രേണിയിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് പഠിക്കാനുള്ള ഓരോ കാര്യങ്ങളാണ്. ജനകൻ ശുഗനോട് പറഞ്ഞു. ശുഗന് കാര്യം മനസ്സിലായി. ഞാൻ രാജ്യത്തിലല്ല എന്നാണ് പറഞ്ഞത്, രാജ്യം എന്നിലാണ്. ഇതുതന്നെയാണ് മഹർഷിയുടെ ടീച്ചിങ്സ് ട്ടോ. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കൈ കൊണ്ടാണ് ഞാൻ രാജ്യഭരണം നടത്തുന്നത്, പക്ഷേ ഞാൻ ഇരിക്കുന്നത് എൻ്റെ ആത്മാവിലാണ്. ഞാൻ ഭരിക്കുന്നത് എൻ്റെ കൈകൾ കൊണ്ട്, പക്ഷേ ഞാൻ ഇരിക്കുന്നത് എൻ്റെ ആത്മാവിൽ. ഇത് തന്നെയാണ് ഭഗവത്ഗീതയിൽ 3-ാമത്തെ അധ്യായം കർമ്മയോഗ, അതിൽ 20-ാമത്തെ ശ്ലോകത്തിൽ കൃഷ്ണൻ അർജുനനോട് പറയുന്നത്. മിഥിലാധിപനായിരുന്ന ജനക മഹാരാജാവും മറ്റും ലൗകിക കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് തന്നെയാണ് സ്ഥിതപ്രജ്ഞതയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. സ്ഥിതപ്രജ്ഞൻ,
സ്ഥിതപ്രജ്ഞൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് 2-ാമത്തെ അധ്യായമുണ്ട്, സാഖ്യയോഗം. അതിൽ 54-ാമത്തെ ശ്ലോകം മുതൽക്ക് കൃഷ്ണൻ വിവരിക്കുന്നുണ്ട്. സ്ഥിതം എന്ന് പറഞ്ഞാൽ സ്ഥിരം, സ്ഥിരം എന്ന് പറഞ്ഞാൽ ഉറച്ചത്. സ്ഥിതപ്രജ്ഞനിൽ ആദ്യത്തെ പാർട്ടാണ് ഉറച്ചത്, അചഞ്ചലമായത്, സുസ്ഥിരമായത് എന്നാണ് അർത്ഥം. സ്ഥിതപ്രജ്ഞനാണല്ലോ. പ്രജ്ഞ എന്ന് പറഞ്ഞാൽ നോളജാണ്, അറിവാണ്. അപ്പോൾ സ്ഥിതപ്രജ്ഞൻ എന്ന് പറഞ്ഞാൽ ആത്മാവ് എന്ത്, അനാത്മാവ് എന്ത്, സത്യം എന്ത്, മിഥ്യ എന്ത്, ഇത് വിവേചിച്ചറിയാനുള്ള ഒരു ബുദ്ധിയാണ്, അതിന് വിവേകം എന്ന് പറയും. ആ ബുദ്ധിയുള്ള ഒരാളാണ് സ്ഥിതപ്രജ്ഞൻ. ആത്മജ്ഞാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൃഢതയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഒരറിവാണ്. സത്യത്തെക്കുറിച്ചൊരു സംശയവും ഒരു സ്ഥിതപ്രജ്ഞനും ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒരു സംശയവുമില്ല ഞാൻ ആരാണ് എന്ന്. ജ്ഞാനം ഉറച്ച് ഏത് സമയവും സമാധിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സ്ഥിതപ്രജ്ഞൻ. ഇതൊക്കെയാണ് ഗീതയിൽ പറയുന്നത് 2-ാമത്തെ അധ്യായത്തിൽ. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ദുഃഖാനുഭവങ്ങളിൽ ഒരു വിഷമവും തോന്നില്ല എന്നാണ് കൃഷ്ണൻ പറഞ്ഞത്. അതുപോലെ തന്നെ സുഖാനുഭവങ്ങളിൽ അദ്ദേഹം അള്ളിപ്പിടിക്കുകയില്ല. ഇത് തന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് പിടിച്ചിരിക്കില്ല. രാഗദ്വേഷങ്ങൾ കംപ്ലീറ്റ്ലി അകന്നായിരിക്കും ഇരിക്കുക. ഒരു സ്ഥിതപ്രജ്ഞന് ഭയമില്ല, ക്രോധമില്ല. വന്നാൽ തന്നെ പെട്ടെന്ന് അകറ്റാൻ സാധിക്കും. പിന്നെ കൃഷ്ണൻ പറഞ്ഞു ആ വ്യക്തി കംപ്ലീറ്റ്ലി നോൺ അറ്റാച്ച്ഡ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അനുകൂലമായ അനുഭവങ്ങളെയും അതുപോലെ തന്നെ പ്രതികൂലമായ അനുഭവങ്ങളെയും പ്രത്യേകിച്ച് വേറെ വേറെ കാണില്ല എന്നർത്ഥം. ഇഷ്ടമുള്ള കാര്യങ്ങൾ, അനുകൂലമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളത്, എനിക്കിഷ്ടമുള്ളത് നേടുമ്പോൾ എനിക്ക് വല്ലാതൊരു ഇഷ്ടം അതിനോട് തോന്നില്ല. അതുപോലെ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, അതാണ് പ്രതികൂലമായ അനുഭവങ്ങൾ, അതിനെ പ്രത്യേകിച്ച് വെറുക്കുമില്ല. ഇത് രണ്ടും സമഭാവത്തോടെ കാണാൻ സാധിക്കുന്ന വ്യക്തിയാണ് സ്ഥിതപ്രജ്ഞൻ. ഒരു ഉദാഹരണം പറയുന്നുണ്ട് കൃഷ്ണൻ. ഒരാമ തൻ്റെ തലയും കാലുകളും ഉള്ളിലേക്ക് വലിക്കുന്നത് പോലെ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും ഒരു സ്ഥിതപ്രജ്ഞന് മനസ്സിനെ പിൻവലിക്കാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ദ്രിയങ്ങളെ അടക്കി ആത്മാവിൽ അല്ലെങ്കിൽ ഈശ്വരനിൽ ഉറച്ചിരിക്കാനുള്ള കഴിവാണ് ഒരു സ്ഥിതപ്രജ്ഞനുള്ളത്. ആ കഴിവുള്ള വ്യക്തിയായിരുന്നു മിഥിലാധിപനായിരുന്ന ജനക രാജാവും മറ്റാളുകളെന്നാണ് പറഞ്ഞത്. അവർക്ക് ലൗകിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന സമയത്ത് തന്നെ സ്ഥിതപ്രജ്ഞനായിരിക്കാൻ സാധിക്കും. അതാണ് ജനകൻ പറഞ്ഞത്, ഞാൻ എൻ്റെ കൈകൾ കൊണ്ടാണ് രാജ്യം ഭരിക്കുന്നത്, പക്ഷെ ഞാൻ ഇരിക്കുന്നത് ആത്മാവിലാണ്. കാരണം അദ്ദേഹം സ്ഥിതപ്രജ്ഞനായിരുന്നു. ഹീ ഈസ് ഹാപ്പി വിത്ത് ഹിംസെൽഫ്. സോ വൺ ഹൂ ഈസ് ഹാപ്പി വിത്ത് വൺ സെൽഫ് സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണമാണ്. വിത്ത് വൺ സെൽഫ് എലോൺ, മറ്റൊന്നും വേണ്ട. ഓക്കെ, തന്നിൽ തന്നെ 100% സന്തുഷ്ടൻ, തന്നിൽ മാത്രം സന്തുഷ്ടൻ. അതിൻ്റെ അർത്ഥം എന്താണ്? ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വീണ്ടും വരികയാണ്. ഡെയിലി ലൈഫിൽ, ദൈനംദിന ജീവിതത്തിൽ ആത്മീയത സാധ്യമാണോ എന്ന ചോദ്യത്തിന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, സാധ്യമാണ്. കാരണം ഏറെ അനുഭവങ്ങളും കഥകളും നമ്മുടെ മുന്നിൽ ഉണ്ട്. അതിനർത്ഥം നിങ്ങൾ ആരായാലും വിഷയമല്ല. യു മേ ബി എ ഹെഡ് ഓഫ് സ്റ്റേറ്റ്. ഹെഡ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസിഡൻറ്റോ പ്രധാനമന്ത്രിയോ ഒരു രാജ്യത്തിൻ്റെ അല്ലേ, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിരിക്കും ഒരു രാജ്യത്ത്, എന്തെല്ലാം കൺസേൺസ് ഉണ്ടായിരിക്കും, സാമ്പത്തിക പ്രശ്നങ്ങളും ഇൻ്റർനാഷണൽ ആയിട്ടുള്ള റിലേഷൻസ് എല്ലാം നോക്കണം. വിചാരിച്ച റെസ്പോൺസിബിലിറ്റി ഒന്നുമല്ല. അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് നേടാൻ സാധിക്കും ഡീപ്പായിട്ടുള്ള സ്പിരിച്വൽ അവസ്ഥ. നിങ്ങളൊരു ബിസിനസ് റൺ ചെയ്യാൻ വിചാരിക്കുക, ഹെഡ് ഓഫ് എ ബിസിനസ്. നിങ്ങളൊരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണെന്ന് വിചാരിച്ചോളൂ. 100 കണക്കിന് അല്ലെങ്കിൽ 1000 ആളുകൾ നിങ്ങളുടെ കീഴേ ഉണ്ട് എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് പല തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. ഫൈനാൻഷ്യൽ ഡിസിഷൻസ്, ബിസിനസ് ഡിസിഷൻസ്, മാർക്കറ്റിൽ പല അൺസർട്ടൻസിയും വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ, ഇപ്പോഴും ഉണ്ട്. നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ധാരാളം എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. മാത്രമല്ല കൂടെയുള്ളവരെ നിങ്ങൾക്ക് മാനേജ് ചെയ്യും വേണം. അപ്പോൾ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ തിരക്കേറിയതാണ്. കോൺസ്റ്റൻ്റ് ആക്ടിവിറ്റിയിലാണ് നിങ്ങളുള്ളത്.
അപ്പോൾ നിങ്ങളുടെ മനസ്സ് ഫുള്ളി എൻഗേജ്ഡ് ആയിരിക്കും. ജനകൻ അദ്ദേഹത്തിൻ്റെ കിങ്ഡം ഭരിച്ചതുപോലെ തന്നെ. അത്രയൊന്നുമില്ല, അതിലെത്രയോ കുറവാണ് ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ. ഇനി ഇതുമല്ല, യു ആർ എ ഹെഡ് ഓഫ് എ ഫാമിലി, ഒരു ഹൗസ് ഹോൾഡിൻ്റെ ഹെഡാന്ന് ഗൃഹനാഥനാണ് വിചാരിച്ചോളൂ. അപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിങ്ങളുടെ അച്ഛനായിരിക്കാം, അമ്മയായിരിക്കാം, നിങ്ങളുടെ പേരൻസിനെ നോക്കണം, മക്കളെ നോക്കണം, ജോലിയും വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് നോക്കണം, കുടുംബത്തിൻ്റെ ഫൈനാൻസ് നോക്കണം, എല്ലാം നോക്കണം. ഇതെല്ലാം ഉള്ള സമയത്ത് നിങ്ങൾക്ക് പറ്റിയ പണിയാണോ ആത്മീയത, ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള യാത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനകനെ ആലോചിച്ചാൽ മതി. ഒന്നുമല്ല. നമ്മുടെ എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഫണ്ടമെൻ്റലി വെരി വെരി സിമ്പിൾ, വെരി സ്മോൾ അല്ലേ. സ്കെയിൽ വ്യത്യാസമുണ്ട് അല്ലേ. ഓഫ് കോഴ്സ് റെസ്പോൺസിബിലിറ്റി ഇല്ല എന്ന് പറയുന്നില്ല, നമുക്കുണ്ട്. പക്ഷേ ഇവിടെ യൂണിവേഴ്സലായിട്ടുള്ള പ്രിൻസിപ്പിൾ എന്താണ്? നിങ്ങൾ എന്ത് തന്നെ ആയാലും, എന്ത് തന്നെ ജോലി ചെയ്യുകയാണെങ്കിലും ആകെയുള്ള ചാലഞ്ച് നിങ്ങളുടെ മനസ്സിലുള്ള ചാലഞ്ച് മാത്രമാണ്. നിങ്ങളുടെ മനസ്സെന്താണ് പറയുന്നത്, അത് മാത്രമാണ്. ഇത്രയും കാലം മനസ്സ് പറയുകയായിരുന്നു എനിക്ക് പറ്റിയ പണിയല്ല ഇത് എന്ന് പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഈ ജീവിതം ഇങ്ങനെ തന്നെ പോകും. പക്ഷേ നമുക്ക് മുന്നിൽ ധാരാളം എക്സാമ്പിൾസ് ഉണ്ട്. എന്ത് തന്നെ തിരക്ക് പിടിച്ച അവസ്ഥയിലാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വഴിയിലൂടെ പോകാം. ഇതായിരുന്നു നേരത്തെ ആ സ്ത്രീ ചോദിച്ച ചോദ്യം. ഉത്തരം പിന്നെ പറയാമെന്ന് പറഞ്ഞല്ലോ അല്ലേ. ആങ്ഷ്യസ് ആണ്. ദിസ് ഇസ് എക്സാക്ട്ലി വാട്ട് ഐ എം ആങ്ഷ്യസ് ടു നോ. എനിക്കിതാണ് അറിയേണ്ടതെന്ന് ആ സ്ത്രീ പറഞ്ഞത്. ഞാനൊരു ഗൃഹിണിയാണ്, ഞാനൊരു വീട്ടമ്മയാണ്, എനിക്കിഷ്ടംപോലെ പണികളുണ്ട്, കടമകളുണ്ട്. അപ്പോൾ എനിക്ക് പറഞ്ഞതാണോ ഇത് ഡിവോഷൻ എന്നാണ് ചോദിച്ചത്. അപ്പോൾ രമണ മഹർഷി പറഞ്ഞ ഉത്തരം സർട്ടൻലി. വാട്ട് ആർ യു? തീർച്ചയായും നിങ്ങൾ ശരിക്കും ആരാണ് എന്നാണ് ചോദിച്ചത്. ഈ സ്ത്രീ ചോദിച്ചു എനിക്ക് പറഞ്ഞതാണോ. ഈ എനിക്ക് എന്ന പോയിന്റിലാണ് എപ്പോഴും മഹർഷി പിടിക്കുക. മഹർഷി ചോദിച്ചു നിങ്ങൾ ആരാണ്, വാട്ട് ആർ യു, നിങ്ങൾ എന്താണ് എന്നാണ് ചോദിച്ചത്. യു ആർ നോട്ട് ദ ബോഡി, നിങ്ങൾ ശരീരമല്ല. യു ആർ പ്യുവർ കോൺഷ്യസ്നെസ്, നിങ്ങൾ ശുദ്ധബോധമാണ്. ഗൃഹസ്ഥധർമ്മ ആൻഡ് ദ വേൾഡ് ആർ ഓൺലി ഫിനോമിന അപ്പിയറിംഗ് ഓൺ ദറ്റ് പ്യുവർ കോൺഷ്യസ്നെസ്. ഗൃഹസ്ഥധർമ്മവും ലോകവും ആ പരിശുദ്ധ ബോധത്തിൽ പ്രത്യക്ഷപ്പെടുന്ന പ്രതിഭാസങ്ങൾ മാത്രം. നോക്കൂ, മഹർഷി പറഞ്ഞ ഇതേ കാര്യമാണ് ജനക മഹാരാജാവ് പറഞ്ഞത്. ഈ രാജ്യവും ഈ കൊട്ടാരവും എന്നിൽ പ്രത്യക്ഷപ്പെടുന്ന പ്രതിഭാസം എന്നാണ് ജനകൻ പറഞ്ഞത്. അത് തന്നെ മഹർഷി ഇവിടെ പറയുകയാണ്. ഗൃഹസ്ഥധർമ്മ, അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ, അതെല്ലാം ഫിനോമിന എവിടെയാണ് അപ്പിയർ ചെയ്യുന്നത്? നമ്മളിലാണ്. ഇറ്റ് റിമെയിൻസ് അൺഎഫക്റ്റഡ്, അതായത് കോൺഷ്യസ്നെസ്. ശുദ്ധബോധത്തെ ഇതൊന്നും ബാധിക്കുന്നില്ല. നിങ്ങൾക്ക് എന്തെല്ലാം വിഷയങ്ങളുണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും യഥാർത്ഥ നിങ്ങളാകുന്ന ബോധത്തെ ഇതൊന്നും ബാധിക്കുന്നില്ല. പക്ഷേ നമ്മൾ യഥാർത്ഥ ബോധമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത അത്രത്തോളം കാലം നമ്മളെ വല്ലാതെ ബാധിച്ചുകൊണ്ടേയിരിക്കും. നമ്മളെ ഇട്ട് അടിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ജീവിതം. അപ്പോൾ നമ്മുടെ ജീവിതം നമുക്ക് പറഞ്ഞു തരാണ് ഇവിടെയല്ല നോക്കേണ്ടത്, സമാധാനം മറ്റൊരിടത്താണുള്ളത് എന്നുള്ളത് നമ്മളങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുഷ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും ഇത് കേൾക്കുന്നതും അല്ലേ. അപ്പോൾ നിങ്ങളുടെ നിജസ്ഥിതിയിൽ, നിജാവസ്ഥയിൽ തുടരുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ ചോദിച്ചാൽ ഒരു തടസ്സവുമില്ല. നമുക്കെങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ ഞാനെന്ന് വിളിക്കാൻ പറ്റുക? ഇത് ഏറ്റവും വലിയൊരു മിസ്റ്ററിയാണല്ലേ. വല്ലാത്തൊരു നിഗൂഢത ഇതിനകത്തുണ്ട്. ചിലപ്പോൾ നമുക്ക് തോന്നും ഇതൊരു മണ്ടത്തരമാണോ എന്നുള്ളത്. ഇതൊരു മണ്ടത്തരം ആണോ എന്നുള്ളൊരു സംശയം പോലും നമുക്ക് വരും. ഇസ് ഇറ്റ് ആക്ച്വലി ട്രൂ? എങ്ങനെ നമുക്ക് ഈ മണ്ടത്തരം വിശ്വസിക്കാൻ പറ്റുന്നത് നമ്മൾ ആഴത്തിൽ ചിന്തിച്ചാലേ മനസ്സിലാവുള്ളൂ. ഞാൻ ഈ ശരീരമാണ്, എങ്ങനെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുക? ദുരൂഹമായ എന്തോ ഒരു ശക്തി നമ്മളെ അങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല നമ്മുടെ ഈ ശരീരമാണ് എന്ന്. ഇവിടെ ചോദിക്കേണ്ടത് ആം ഐ എ ഗൃഹസ്ഥ? ഇതാണല്ലോ ആ സ്ത്രീ പറഞ്ഞത്. ഞാനൊരു ഗൃഹസ്ഥനാണോ? ഹൗ ക്യാൻ കോൺഷ്യസ്നെസ് ബി ഗൃഹസ്ഥ? രമണ മഹർഷി പറഞ്ഞല്ലോ, നിങ്ങൾ ഈ ശരീരമല്ല, നിങ്ങളെന്താണ്? നിങ്ങൾ ബോധമാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ചോദിക്കണം, നമ്മൾ ശരിക്കും അങ്ങനെയാണെങ്കിൽ ഗൃഹസ്ഥനാണോ? അമയ്യ ഗൃഹസ്ഥ എന്ന് പറഞ്ഞതാണ്.
ആണ് എന്ന് പറയുകയാണെങ്കിൽ ഉറപ്പിക്കാം നമ്മൾ നമ്മുടെ ശരീരവുമായി താതാത്മ്യം പ്രാപിച്ചു എന്ന്. വി ഹാവ് ഐഡൻറ്റിഫൈഡ് അവർ സെൽസ് വിത്ത് ദ ബോഡി. ഞാൻ ഈ ശരീരമാണ് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നൊരു വ്യക്തിക്ക് മാത്രമേ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ഗൃഹസ്ഥനാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കൂ. പുറത്താൾക്കാരോട് പറഞ്ഞോളൂ, വിഷയമല്ല. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഞാനൊരു ഗൃഹസ്ഥനാണ് എന്ന വിശ്വാസമുണ്ടെങ്കിൽ, ഞാനൊരു രാജാവാണ് എന്ന വിശ്വാസമുണ്ടെങ്കിൽ, ഞാനൊരു ജീവനക്കാരനാണ് എന്ന് വിശ്വാസമുണ്ടെങ്കിൽ, ഞാനൊരു മുതലാളിയാണ് എന്ന വിശ്വാസമുണ്ടെങ്കിൽ, എന്ത് തന്നെ പറഞ്ഞാലും നമ്മൾ ഇതിൻ്റെ പിന്നിൽ വിശ്വസിക്കുന്നത് ഞാൻ ഈ ശരീരമാണ് എന്ന്. അപ്പോൾ നമ്മൾ ചോദിക്കണം, ശരിക്കും നമ്മൾ ശരീരമാണോ? ശരീരമാണ് എന്ന് ഉറപ്പിക്കാൻ എങ്ങനെ പറ്റും? ഒരു കാര്യം ഉറപ്പാണ്, ശരീരത്തിന് ലൈഫില്ല. ശരീരത്തിന് ശരിക്കും ലൈഫില്ല. ലൈഫ് ഉള്ളത് കോൺഷ്യസ്നെസ്സിനാണ്. കോൺഷ്യസ്നെസ് തന്നെയാണ് ലൈഫ്. കോൺഷ്യസ്നെസ്സാണ് ലൈഫ് എലിമെൻറ്റ്. നമ്മുടെ ശരീരത്തിൽ പ്രകാശിക്കുന്ന ലൈഫ് എലിമെൻ്റാണ് കോൺഷ്യസ്നെസ്. മനസ്സാണ് മീഡിയം, ആക്ടിങ് മീഡിയം. കോൺഷ്യസ്നെസ്സിന് ഷൈൻ ചെയ്യാൻ ആക്ട് ചെയ്യുന്ന മീഡിയമാണ് നമ്മുടെ മനസ്സ്. അപ്പോൾ ശരീരത്തിന് ലൈഫ് ഇല്ലെങ്കിൽ ഞാൻ ഗൃഹസ്ഥനാണ് എന്ന് ആരാണ് പറയുന്നത്? ഞാൻ അച്ഛനാണ്, ഞാൻ അമ്മയാണ്, ഞാൻ മകനാണ്, ഞാൻ മകളാണ് എന്ന് ആരാണ് പറയുന്നത്? നമ്മൾ അന്വേഷിക്കണം. ഇതെല്ലാം മനനത്തിൻ്റെ ഭാഗമായിട്ട് വരും കേട്ടോ. ഞാൻ ഈ ശരീരമാണ് എന്ന് പറയുന്ന ഒരു ഞാൻ വേറെ തന്നെയല്ലേ? ആണ്. ഞാൻ ഈ ശരീരമാണ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ശരീരമല്ല. എന്താ കാരണം? അവിടെ ഒരു ഞാൻ ഒളിഞ്ഞിരിപ്പുണ്ട്. സത്യമല്ലേ? ഞാൻ ഈ ശരീരമാണ് എന്ന് പറയുന്നതിൽ കഥയില്ല. കാരണം അതിലൊരു ഞാനുണ്ട്. അപ്പം ഞാനും ശരീരവും വേറെയായില്ലേ? നമ്മൾ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഞാനും ശരീരവും വേറെയാണ്. ശരിയല്ലേ? നിങ്ങൾ പറഞ്ഞു നോക്കൂ, ഞാൻ ശരീരമാണെന്ന്. ഗ്യാപ്പ് വന്നു, ഞാൻ വേറെ, ശരീരം വേറെ. അപ്പോൾ ഉറപ്പിക്കാം, ഒന്ന്, ശരീരത്തിന് യാതൊരു ലൈഫുമില്ല. അപ്പോൾ ഞാൻ ശരീരമാണെന്ന് പറഞ്ഞാൽ ഞാനും ശരീരവും വേറെ വേറെ നിൽക്കുകയാണ്. സാധ്യത കുറവാണ്. അപ്പോൾ ഞാൻ ശരീരമാകാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഞാൻ വേറെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഞാൻ ശരീരമല്ലെങ്കിൽ മറ്റെന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മുടെ മനസ്സ് ഇടപെടും. മനസ്സ് പറയും, ഞാൻ മനസ്സാണ്. മനസ്സാകുന്ന ഞാനാണ് ഈ ശരീരത്തിലൂടെ ഞാൻ ശരീരമാണ് എന്ന് പറയുന്നത് എന്ന് മനസ്സ് പറയും. ശരിയല്ലേ? അപ്പോൾ മനസ്സിന് പറയാൻ പറ്റുമോ ഞാൻ ശരീരമാണെന്ന്? മണ്ടത്തരല്ലേ? നോക്കൂ, നമ്മൾ പറയുന്നത് ജ്ഞാനമാർഗത്തിൻ്റെ ട്രാക്കിലൂടെ പോകുമ്പോൾ മനസ്സിലാകും ശുദ്ധബദ്ധങ്ങളാണ് പറയുന്നത്. ഓക്കെ, ഞാൻ ശരീരമാണ് എന്നത് മണ്ടത്തരാന്ന് പറയാൻ കാരണം, ഞാൻ മനസ്സാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഞാൻ ശരീരമാണെന്ന് പറയുന്നതിൽ മീനിങ് ഇല്ല. ഹൗ ക്യാൻ ദ മൈൻഡ് സേ ഐ ആം ദ ബോഡി? മനസ്സും ശരീരവും വേറെ വേറെ തന്നെയാണല്ലോ. വേറെ വേറെ തന്നെയാണ്. സോ ഫണ്ടമെൻ്റലായിട്ടുള്ള എന്തോ ഒരു പ്രശ്നം അവിടെയുണ്ട്. അപ്പോൾ ഞാൻ ശരീരമല്ല നമുക്കിവിടെ ഉറപ്പിക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ പറയുന്നു ഞാൻ മനസ്സാണ് എന്നല്ലേ. അപ്പോൾ വീണ്ടും നമ്മൾ അന്വേഷിക്കണം, ഞാൻ മനസ്സാണോ? ആം ഐ മൈ മൈൻഡ്? നമ്മൾ പറയും ഐ ആം ദ മൈൻഡ് എന്ന്. വീണ്ടും നോക്കൂ, ഞാൻ മനസ്സാണെങ്കിൽ ഞാൻ ഗൃഹസ്ഥനാണോ? ഞാൻ മനസ്സാണെങ്കിൽ ഞാൻ ഗൃഹസ്ഥനാണോ? ഞാൻ അച്ഛനാണോ? ഞാൻ അമ്മയാണോ? ഞാൻ പ്രസിഡൻ്റാണോ? ഞാൻ ബിസിനസ്സുകാരനാണോ? ഇവിടെയാണ് നമ്മൾ ക്യാച്ച് ചെയ്യാൻ പറ്റുക. അപ്പോൾ അവിടെയും മണ്ടത്തരം നമ്മൾ മനസ്സിലാക്കുന്നു അല്ലേ. ഞാൻ ശരീരമല്ല എന്ന് നമ്മൾ തീർച്ചപ്പെടുത്തി കഴിഞ്ഞു. ഞാൻ മനസ്സാണ് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ആ മനസ്സാണോ അച്ഛൻ? എങ്ങനെ മനസ്സിന് അച്ഛനാവാൻ പറ്റുക, അമ്മയാവാൻ പറ്റുക, മകനാവാൻ പറ്റുക, മകളാവാൻ പറ്റുക? പറ്റില്ല. രണ്ടാമത്തെ പ്രോബ്ലം, ഞാൻ മനസ്സാണ് എന്ന് പറയുമ്പോൾ അവിടെയും ഞാൻ വേറെ നിൽപ്പുണ്ട്. ശരിയല്ലേ? ഞാൻ മനസ്സാണ് എന്ന് പറയുന്ന വ്യക്തി ഞാൻ എന്ന പദാർത്ഥത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മനസ്സിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുകയാണ് ഞാൻ മനസ്സാണ് എന്ന്. എൻ്റെ ശരീരം എന്ന് പറയുന്നത് പോലെ തന്നെ എൻ്റെ മനസ്സെന്ന് ഞാൻ പറയാറില്ലേ? നിങ്ങൾ പറയാറില്ലേ? പറയാറുണ്ട്. നമ്മളെല്ലാവരും പറയും എൻ്റെ മനസ്സ് എന്ന്. എൻ്റെ മനസ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഉറപ്പിക്കാം ഞാനും മനസ്സും വേറെ വേറെയാണ്. മനസ്സിൽ സന്തോഷം വരുമ്പോൾ നമ്മൾ പറയാറുണ്ട് എൻ്റെ മനസ്സിൽ സന്തോഷമുണ്ട്. അപ്പോൾ ഞാനും മനസ്സും വേറെ വേറെയായി. ദുഃഖം വരുന്ന സമയത്ത്, സങ്കടം വരുമ്പോൾ നമ്മൾ പറയും എൻ്റെ മനസ്സിൽ സങ്കടമാണുള്ളത്.
അപ്പോൾ അവിടെയും ഞാനും മനസ്സും വേറെ വേറെയായി. എനിക്ക് ഒരാളോട് പ്രതികാരം ചെയ്യാനുള്ള ഫീലിംഗ് വരുന്നു, റിവെഞ്ച് തോന്നുന്നു. അപ്പോൾ ഞാൻ പറയും എനിക്ക് റിവെഞ്ച്ഫുൾ ഫീലിംഗ് എൻ്റെ മനസ്സിലുണ്ട്, പ്രതികാരം ചെയ്യണം. അവിടെയും ഞാനും മനസ്സും വേറെ തന്നെയാണ്. ചിലപ്പോൾ ഭക്തിയിലുള്ള നമ്മൾ പറയും എനിക്ക് വല്ലാത്ത ഭക്തി തോന്നുന്നുണ്ട്. എല്ലാം നമ്മുടെ മനസ്സിൽ വരുന്ന ചില വർത്തമാനങ്ങൾ മാത്രമാണ്. സന്തോഷം നമ്മുടെ മനസ്സിലാണ്, ദുഃഖം നമ്മുടെ മനസ്സിലാണ്, പ്രതികാരം നമ്മുടെ മനസ്സിലാണ്, ഭക്തി നമ്മുടെ മനസ്സിലാണ്. പക്ഷേ നമ്മൾ മനസ്സല്ല. നമ്മളാരും ഞാൻ മനസ്സ് എന്ന് പറയാറില്ലല്ലോ. പറയാറുണ്ടോ? ഇല്ല. എൻ്റെ മനസ്സ് എന്ന് മാത്രമേ നമ്മൾ പറയാറുള്ളൂ. ഞാൻ മനസ്സ് എന്ന് പറയില്ല. ഞാൻ മനസ്സാണെങ്കിൽ ഞാൻ മനസ്സെന്ന് പറയണ്ടേ? അത് അബ്സർഡായിട്ട് തോന്നുന്നു അല്ലേ? സോ മനസ്സിലാക്കാനുള്ളത്, ഞാൻ ശരീരം അല്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഞാൻ മനസ്സല്ല എന്ന് നമുക്ക് സ്ഥാപിക്കാൻ വലിയ പണിയൊന്നുമില്ല. മനസ്സിലുള്ള മാറ്റങ്ങളെ അറിയുന്ന ഞാൻ ആണ് യഥാർത്ഥ ഞാൻ. സോ ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഐ ആൻഡ് മൈ മൈൻഡ്. പിന്നെ ആരെയും പറയുന്നത് ഞാൻ ശരീരമാണ് എന്ന് പറഞ്ഞു, ഞാൻ മനസ്സാണ് എന്ന് പറഞ്ഞു. ഇവിടെ എല്ലാത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു ഞാൻ അവിടെയുണ്ട്. എൻ്റെ ഉള്ളിൽ ആരോ ഉണ്ട് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട്. ഇതാണ് ഏറ്റവും വലിയ പസിൽ. ഈ പസിൽ നമ്മൾ സോൾവ് ചെയ്യണം. ശരീരം ഒരിക്കലും പറയില്ല ഞാനെന്ന്, മനസ്സിനൊരിക്കലും പറയാൻ സാധിക്കില്ല ഞാനെന്ന്. മനസ്സിൽ ഒരു ചെറിയ ഭാഗമുണ്ട്, ഒരു അംശമുണ്ട്. അത് തലപൊക്കിയിട്ടാണ് പറയുന്നത് ഞാൻ എന്ന്. ആ ഞാൻ ആരാണ് എന്ന് അന്വേഷിക്കലാണ് നമ്മുടെ ജോലി. ഇതാണ് രമണ മഹർഷി പറയുന്നത്. ഏത് സമയവും നമ്മൾ ഈ രീതിയിൽ ശ്രവണ മനന നിധിധ്യാസനത്തിലേക്ക് കടക്കണം. ഈ ഞാൻ എന്ന പോയിൻറ്റിൽ നമ്മുടെ ശ്രദ്ധയെ ഉറപ്പിച്ച് വെക്കണം. നമുക്കെല്ലാവർക്കും റോങ് ആയിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷനുണ്ട്. ഞാൻ ഈ ശരീരമാണ്, ഞാൻ ഈ മനസ്സാണ് എന്നൊക്കെ. അപ്പോൾ ഈ ഞാൻ എന്ന ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ഒരു പദാർത്ഥം ഉണ്ടല്ലോ, അവിടേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയണം. എന്നിട്ട് ആഴത്തിൽ അന്വേഷിക്കണം ആ ഞാൻ ആരാണ്. അവിടെ ശ്രദ്ധ ഉറപ്പിക്കാൻ പറ്റണം. തുടക്കത്തിൽ നമ്മളെല്ലാവരും ശ്വാസത്തിൽ ശ്രദ്ധ ഉറപ്പിച്ച് വെച്ചില്ലേ, അത് ഈസിയാണ്. പക്ഷേ ഇതെത്രയോ ഉള്ളിലാണ്, ശ്വാസത്തിലൊന്നുമല്ല, എല്ലാ കോശങ്ങളുടെയും ഉള്ളിലാണ്. അവിടേക്ക് തിരിയണം. അത് ഞാൻ എന്ന ആ പോയിൻറ്റിലേക്ക് ശ്രദ്ധയെ കൊണ്ടുപോകണം. ഈ പ്രോസസ്സാണ് നമ്മൾ ദ ജേണി വിത്തിനിൽ സ്ഥിരമായി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം, നിധിധ്യാസനത്തിലേക്ക് കടക്കാം. ജെൻ്റ്ലി ക്ലോസ് യുവർ ഐസ്. ആദ്യം ഒന്ന് റിലാക്സ് ചെയ്യണം. ഈ നിമിഷത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരണം. നമുക്ക് ചുറ്റും പല ശബ്ദങ്ങളും ഡിസ്ട്രാക്ഷൻസും എല്ലാം ഉണ്ടായിരിക്കാം. പക്ഷേ എല്ലാ കാര്യങ്ങളും വിട്ട് തൽക്കാലം നമുക്ക് നമ്മിലേക്ക് തിരിയാം. നമുക്കെല്ലാവർക്കും പലതരം റെസ്പോൺസിബിലിറ്റികളുണ്ട്. ഈ ഉത്തരവാദിത്വങ്ങളെല്ലാം തീർന്നിട്ട് വേണം എനിക്ക് ആത്മീയതയിലേക്ക് തിരിയാൻ, സമാധാനത്തോടെ ഇരിക്കാൻ എന്നെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇത്രയും കാലഘട്ടം നിങ്ങൾ ജീവിച്ച് തീർത്ത ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏതെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു പ്രശ്നം തീരുമ്പോൾ മറ്റൊന്ന് തലപൊക്കുന്നു. ഒരു ഘട്ടം കഴിയുമ്പോൾ അടുത്ത ഘട്ടം വരുന്നു. ഉത്തരവാദിത്വങ്ങൾ അവസാനിച്ച സമയം ഇന്ന് വരെ നമുക്കുണ്ടായിട്ടില്ല. ഇതെല്ലാം തീർത്ത ശേഷം ആത്മീയതയിലേക്ക് തിരിയാം എന്ന ചിന്തയുണ്ടെങ്കിൽ
അത് നടക്കാൻ പോകുന്നില്ല. രമണ മഹർഷി ചോദിക്കുകയാണ്, നിങ്ങളെ എങ്ങനെയാണ് ഗൃഹസ്ഥധർമ്മം ബാധിക്കുക എന്ന്. മഹർഷി പറയുന്നു, ഗൃഹസ്ഥധർമ്മവും ലോകവും യഥാർത്ഥ നിങ്ങളാകുന്ന പരിശുദ്ധ ബോധത്തിൽ പ്രത്യക്ഷപ്പെടുന്ന പ്രതിഭാസങ്ങൾ മാത്രമാണ്. നിങ്ങൾ എന്ത് ജോലി ചെയ്താലും ഉത്തരവാദിത്വങ്ങൾ ഉണ്ടെങ്കിലും എല്ലാം പുറത്തു നടക്കുകയാണ്. എന്നാൽ എല്ലാം അറിയുന്ന നിങ്ങളുടെ ഉള്ളിലെ ബോധം നിശ്ചലമാണ്, സ്റ്റില്ലാണ്. ഒരു പ്രശ്നവും ഈ ബോധത്തെ തൊടുന്നില്ല. നമ്മൾ പറയും, ഞാൻ ഇന്ന വ്യക്തിയാണ്, ഞാൻ ഗൃഹസ്ഥനാണ്, അമ്മയാണ്, അച്ഛനാണ്, മകനാണ്. നമ്മളിത് പറയുമ്പോൾ നമ്മൾ ജഡശരീരമായി മാറിക്കൊണ്ടാണിത് പറയുന്നത്. പക്ഷെ മനസ്സിലാക്കണം, ഈ ശരീരത്തിന് സ്വന്തമായി ജീവനില്ല. പിന്നെ ആരാണ് പറയുന്നത് ഞാൻ ഗൃഹസ്ഥനാണ്, ഞാൻ അച്ഛനാണ്, അമ്മയാണ്, മകനാണ്, മകളാണ്? മനസ്സാണോ? നമ്മൾ പറയാറുണ്ട് എൻ്റെ മനസ്സ് എന്ന്. നോക്കണം, എൻ്റെ എന്ന് പറയുമ്പോൾ തന്നെ ഞാനും മനസ്സും വേറെ വേറെയായല്ലോ. എൻ്റെ പുസ്തകം, എൻ്റെ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് എൻ്റെ മനസ്സ് എന്ന് പറയുന്നതും. മനസ്സൊരിക്കലും ഞാൻ എന്ന് സ്വയം വിളിക്കാറില്ല, അതിന് കഴിയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലിരുന്ന് ഞാൻ ഞാൻ എന്ന് പറയുന്നത് ആരാണ്? ആർക്കാണ് ഈ ചിന്ത ഉണ്ടാകുന്നത്? ഞാനൊരു ഗൃഹസ്ഥനാണ് എന്നും എനിക്ക് ആത്മീയത പറഞ്ഞതല്ല എന്നുമൊക്കെ വിളിച്ചു പറയുന്ന ആ ഞാനുണ്ടല്ലോ, ആ ഞാൻ ആരാണ് എന്ന് ആഴത്തിൽ പരിശോധിക്കണം. ഇതൊരു ചിന്തയായി മനസ്സിൽ പ്രോസസ്സ് ചെയ്യുന്നതിൽ കഥയില്ല. കാരണം അവിടെയല്ലല്ലോ ഞാനുള്ളത്. മനസ്സിൽ എന്ത് തന്നെ പ്രോസസ്സ് ചെയ്താലും ഞാൻ എന്ന സ്വത്വത്തെ പിടിക്കാൻ കഴിയില്ല. വീണ്ടും അന്വേഷിക്കണം, ആരാണ് ഇത് മനസ്സിൽ ചോദിക്കുന്നത്? ആർക്കാണ് ഈ ചിന്ത ഉണ്ടാകുന്നത്? എനിക്ക് എന്ന് ഉത്തരം വരുമ്പോൾ വീണ്ടും ആ ഞാൻ എന്ന ഉറവിടത്തിലേക്ക് തിരിയണം.
ഇതാണ് ആത്മവിചാരം. ഞാൻ ആരാണ്? നമ്മുടെ കേന്ദ്രത്തിൽ നമ്മുടെ ശ്രദ്ധയെ ഉറപ്പിച്ചു വെച്ച് അതിനെ അന്വേഷിക്കണം. ജനക മഹാരാജാവ് പറഞ്ഞു, ഈ കൊട്ടാരവും രാജ്യവും എൻ്റേതല്ല. ഈ കൊട്ടാരവും രാജ്യവും പ്രത്യക്ഷപ്പെടുന്ന ഇടം ഞാനാണ്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ചുറ്റുമുള്ള ലോകം പ്രത്യക്ഷപ്പെടുന്നത് നിങ്ങളിലാണ്. നിങ്ങൾ ശരീരമല്ല, ശരീരം നിങ്ങളിലാവുള്ളത്. നിങ്ങൾ മനസ്സല്ല, മനസ്സ് നിങ്ങളിലാവുള്ളത്. നിങ്ങൾ ശുദ്ധമായ ബോധമാണ്. യു ആർ പ്യുവർ കോൺഷ്യസ്നസ്. ശുദ്ധബോധം ഒരിക്കലും ഒരു ഗൃഹസ്ഥനാകുന്നില്ല, രാജാവാകുന്നില്ല, ബിസിനസ്സുകാരനാകുന്നില്ല. അതെല്ലാം റോളുകൾ മാത്രമാണ് ശരീരത്തിന് കൊടുത്തത്. ടേക്ക് യുവർ അവെയർനെസ് ഡീപ്പർ ആൻഡ് ഡീപ്പർ. മറ്റെവിടേക്കും പോകാനില്ല. ഞാൻ എന്ന സെൻറ്ററിലേക്ക് മാത്രം തിരിയുകയാണ് വേണ്ടത്. നിങ്ങളുടെ ഉള്ളിൽ ഞാൻ എന്ന ഫീലിംഗ്, ഐ ത്രോബ് എന്ന് പറയുന്നത്, അവിടേക്ക് ശ്രദ്ധയെ കൊണ്ടുപോകണം. ഇതാണ് ആത്മവിചാരം. സെൽഫ് അറ്റൻഷൻ. ഒരു മിനിറ്റ് സമയം കൂടി ശ്രദ്ധയെ ഞാൻ എന്ന പോയിന്റിൽ ഉറപ്പിച്ചു വയ്ക്കുക. മനസ്സിൽ നിന്നും ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക. പതുക്കെ കണ്ണുകൾ തുറക്കാം. താങ്ക് യു.